നിന്റെ കയ്യിൽ ആവശ്യമുള്ള സാധനങ്ങളില്ലാതെ സ്ഥാപനം സ്റ്റക്കായിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇന്ന് കാണപ്പെടുന്നുണ്ട്. എന്താണ് ഇതിനുള്ള പരിഹാരം? കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാനിങ്ങിന്റെ തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കി, എങ്ങനെ ഒരു ബജറ്റ് തയ്യാറാക്കാം എന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സ്റ്റോക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, സ്റ്റാഫിന്റെ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു ഗ്രോസറി സ്റ്റോർ എടുക്കാം. ഒരു വലിയ തെറ്റ് സംഭവിക്കുന്നത് സാധനങ്ങൾ ക്രെഡിറ്റ് എടുക്കുന്ന ഭാഗത്താണ്. ഫാസ്റ്റ് മൂവിംഗ് സാധനങ്ങൾ ക്രെഡിറ്റിന് എടുക്കുകയും ലോ മൂവിംഗ് സാധനങ്ങൾ, സ്ലോ മൂവിംഗ് സാധനങ്ങൾ കൃത്യമായ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ഫാസ്റ്റ് മൂവിംഗ് സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് അതിലേക്ക് പേയ്മെന്റ് പോകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ആ സ്ഥാപനം നിൽക്കുന്ന പരിസരത്ത് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്നുള്ള കൃത്യതയില്ലായ്മ, ഇതെല്ലാം ഒരു സ്ഥാപനത്തെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാഫുകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൃത്യമായിട്ട് ഡിജിറ്റൽ സംവിധാനത്തോടു കൂടിയുള്ള ബില്ലിംഗ് ഉറപ്പുവരുത്തുക. CCTV ക്യാമറകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടറുകളിൽ ഇടയ്ക്ക് മിന്നൽ പരിശോധന നടത്തുക. ഇതിലൂടെ സ്റ്റാഫുകൾ വളരെ വിജിലൻ്റ് ആയിരിക്കും. ഇത്തരത്തിൽ കൗണ്ടറുകളിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും എന്നുള്ളത്. മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ: 1 പർച്ചേസിങ്ങിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, 2 സ്റ്റാഫുകളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ. എങ്ങനെ ഇത് പരിഹരിക്കാം? പരമാവധി ഫാസ്റ്റ് മൂവിംഗ് സാധനങ്ങൾ ക്യാഷ് പേയ്മെന്റ് കൊടുത്തുകൊണ്ടെടുക്കുക. സ്റ്റാഫിന്റെ ക്രമക്കേടുകൾ തടയാൻ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ മേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് തകരും. ഇന്ന് തന്നെ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോസറി സ്ഥാപനം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കൂ. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൺസൾട്ടിംഗ് ടീം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇസ്മായിൽ തിരൂർ.